കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭ്യമായി. 50 MBBS സീറ്റുകൾക്കാണ് അനുമതി ലഭിച്ചത്. ഈ വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. NMC മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ അംഗീകാരം നേടിയെടുത്തത്. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അംഗീകാരം നേടാനായതെന്നും എത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ച് ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഡിക്കൽ കോളേജിനെ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനുള്ള നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വയനാട്, കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇരു ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഇരു ജില്ലകളിലെ ആളുകളുടെ എത്രയോ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അറിയിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചു. 2 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം തന്നെ MBBS പഠനം നമുക്ക് ആരംഭിക്കാൻ കഴിയും. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 ജില്ലകളിലാണ് നമുക്ക് പുതുതായിട്ട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും, ഇപ്പോഴിതാ വയനാടും കാസർഗോഡും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഒപ്പം നിന്ന, പ്രവർത്തിച്ച, അധ്വാനിച്ച, പിന്തുണച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും വയനാടിനെയും കാസർഗോഡിനെയും സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം ഇതൊരു വലിയ സന്തോഷമാണ്. ബദിയടുക്കയിലെ ഉക്കിലടുക്കയെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 160 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം പൂർത്തിയാക്കി. മെഡിക്കൽ കോളേജിനുള്ള ജലവിതരണ സംവിധാനത്തിന് 8 കോടി രൂപ അനുവദിച്ചു. ന്യൂറോളജി വിഭാഗം ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കി. ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കി വരുന്നു. 60 സീറ്റുകളോടെ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. 29 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 273 തസ്തികകൾ സൃഷ്ടിച്ച് നിയമനവും നടത്തി. ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, പാത്തോളജി, ന്യൂറോളജി, നെഫ്രോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഡെർമറ്റോളജി, ENT, റെസ്പിറേറ്ററി മെഡിസിൻ, OMFS, സൈക്യാട്രി വിഭാഗങ്ങളുടെ OP എന്നിവ ആരംഭിച്ചു. ജില്ലയിൽ ആദ്യത്തെ ന്യൂറോളജി, നെഫ്രോളജി OPയും സ്ഥാപിച്ചു. സഞ്ജീവനി ടെലിമെഡിസിൻ സേവനങ്ങളും ലഭ്യമാക്കി. പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിച്ച് പ്രിൻസിപ്പാൾ പോസ്റ്റിംഗും നടത്തി. റേഡിയോളജി സേവനങ്ങൾക്ക് ARBയിൽ നിന്ന് അംഗീകാരവും നേടാനായി. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ മെഡിക്കൽ കോളേജിന് 50 MBBS സീറ്റുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.